2026 ജൂലൈ 16 ഇംഗ്ലണ്ടിനെതിരെ 85-ാം മിനിറ്റിലെ സമനില ഗോൾ നേടിയ ശേഷം അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ഇങ്ങനെ ചെവിക്ക് പിന്നിൽ കൈവച്ച് ആഘോഷിച്ചത് കണ്ടിരുന്നോ? ഇതെന്തായി കാണിക്കണേ? ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചില്ലേ? നമ്മളും കുറെ ആലോചിച്ചിരുന്നു കേട്ടോ. ആ പോസിന്റെ പേരാണ് ടോപ്പോ ജീറ്റോ. 1960കളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ കാർട്ടൂണിലെ വലിയ ചെവികളുടെ എലിയുടെ പേരാണത്. പക്ഷേ അർജന്റീന ഫുട്ബോളിൽ ഇത് വെറൊരു സെലിബ്രേഷൻ മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2001 ബൊക്ക ജൂനിയേഴ്സിന്റെ ലെജൻഡ് ജുവാൻ റോമൻ റിക്വൽമിയാണ് ഈ വിക്ടറി പോസ് ആദ്യമായിട്ട് ഫുട്ബോളിലേക്ക് കൊണ്ടുവരുന്നത്. ക്ലബ് എക്സിക്യൂട്ടീവ്സിനോടുള്ള പുള്ളിയുടെ ഒരു നിശബ്ദ പ്രതിഷേധമായിരുന്നു അത്. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ മറുപടി എന്റെ ഫുട്ബോൾ ആയിരിക്കും എന്ന് പറയാതെ പറയുന്ന മാസ് ഡയലോഗ്. പക്ഷെ ഇത് വേൾഡ് ഫേമസ് ആവുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിലാണ് കേട്ടോ. നെതർലൻഡ്സിനെതിരെ ആ തീപാകുന്ന ക്വാർട്ടറിൽ ഗോൾ അടിച്ച ശേഷം ലയണൽ മെസ്സി ഡച്ച് കോച്ചായിട്ടുള്ള ലൂയി വാൻ ഗാലിന്റെ മുന്നിൽ ചെന്ന് ഇതേ പോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് തന്റെ ഐഡലായിട്ടുള്ള റിക്വൽമിയെ അപമാനിച്ച വാൻ ഗാലിനോടുള്ള മെസ്സിയുടെ പ്രതികാരമായിരുന്നു. അതേ ചരിത്രമാണ് ഇന്നലെ അറ്റ്ലാന്റയിൽ ഇംഗ്ലണ്ടിനെതിരെ ഈക്വലൈസർ നേടിയതിനു ശേഷം എൻസോ ഫെർണാണ്ടസും ആവർത്തിച്ചത്. 85-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് ജീവൻ തിരികെ നൽകിയ ഗോൾ, അതിനുശേഷം വീണ്ടും അതേ സെലിബ്രേഷൻ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ടോപ്പോ ജീറ്റോ എൻസോയുടെയോ മെസ്സിയുടെയോ റിക്വൽമിയുടെയോ മാത്രം സെലിബ്രേഷൻ അല്ല, ഇതൊരു ലെഗസിയാണ്. ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷന് കൈമാറിയ അർജന്റീന ഫുട്ബോളിന്റെ സ്വന്തം സീക്രട്ട് ലാംഗ്വേജ്. വിമർശനങ്ങൾ കൊണ്ട് മൈതാനത്ത് ബഹളുണ്ടാക്കുന്നവരോട് അർജന്റീനിയൻസ് എപ്പോഴും പറയുന്നുണ്ട്, ചെവി കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട് മോനെ, നിങ്ങൾ എത്ര കൂവി വിളിച്ചാലും ഞങ്ങളുടെ കളി അതിൽ ഉറക്കെ സംസാരിക്കും. ടോപ്പോ ജീറ്റോ.